മച്ചന്മാരെ മെറ്റാഫിൻസ് എന്ന് പറയുന്ന നമ്മുടെ ഈ ബൃഹത്തായ പ്ലാറ്റ്ഫോമിൽ ഞാൻ ഇപ്പോൾ ആഡ് സ്റ്റേക്ക് ചെയ്യുകയാണ്. എനിക്ക് കിട്ടിയ പ്രോഫിറ്റ് കൂടെ ഞാൻ സ്റ്റേക്കിങ്ങിനിടുകയാണ്. കാരണം ഇത്രയും മനോഹരമായിട്ടുള്ള പ്ലാറ്റ്ഫോം നമ്മൾ വിട്ട് കളയാൻ പാടില്ല. ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം. തീർച്ചയായിട്ടും നിങ്ങളതിൽ ജോയിൻ ചെയ്യുക, വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക, ബിസിനസ്സിനെ കുറിച്ച് പഠിക്കുക, ബിസിനസ് ചെയ്യുക. ഇപ്പോൾ നിലവിൽ നല്ല രീതിയിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ മെറ്റാഫിൻസ് എന്ന് പറയുന്ന ഇൻ്റർനാഷണൽ കോയിൻ, എംഫിൻ എന്ന് പറയുന്ന നമ്മുടെ ഇൻ്റർനാഷണൽ കോയിൻ വളരെ മനോഹരമായിട്ട് തന്നെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. നല്ല രീതിയിൽ തന്നെ പ്രോഫിറ്റ് കൊടുത്തുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് നമ്മുടെ സ്റ്റേക്ക്, നമ്മുടെ കിട്ടിയ വരുമാനം, ഇതിൽ നിന്ന് കിട്ടിയ ഇപ്പം നിലവിലുള്ള പ്രോഫിറ്റ് എങ്ങനെയാണ് റീസ്റ്റേക്ക് ചെയ്യുന്നതെന്നാണ്. അതിന് ഞാനിവിടെ ഇൻകത്തിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇൻകം, അപ്പോൾ അവിടെ രണ്ട് ഓപ്ഷൻ അവിടെ കാണാം. എനിക്ക് മുകളിലായിട്ട് സ്വാപ്പ് ടു USDTയും ആഡ് ടു സ്റ്റേക്കിങ്. ഞാനിപ്പോൾ എനിക്ക് $20 മുകളിൽ പ്രോഫിറ്റ് ആയിട്ടുണ്ട്. അതിന് എനിക്ക് വേണമെങ്കിൽ സ്വാപ്പ് ചെയ്ത് USDT ആക്കിയിട്ട് മാറ്റാം, അല്ലെങ്കിൽ ആഡ് സ്റ്റേക്ക്. ഞാനിവിടെ ആഡ് സ്റ്റേക്ക് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ ആഡ് സ്റ്റേക്കിൽ ക്ലിക്ക് ചെയ്യുന്നു. ആഡ് സ്റ്റേക്കിൽ ക്ലിക്ക് ചെയ്താൽ നമ്മൾ എത്ര ദിവസത്തേക്കുള്ള സ്റ്റേക്കിംഗ് ആണ് ചോദിക്കുന്നുണ്ട്. 365 ദിവസം കൊടുക്കുക എങ്കിൽ നമുക്ക് 1% ഡെയിലി കിട്ടും. പിന്നെ വരുന്നതെന്ന് വെച്ചാൽ മാക്സിമം ഓക്കെ 21.89 USDT ഇവിടെ വരുന്നുണ്ട്. ഞാനിവിടെ സ്റ്റേക്ക് നൗ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ, എൻ്റെ അത്രയും കോയിനുകൾ ഇവിടെ വീണ്ടും റീസ്റ്റേക്ക് ആയിട്ടുണ്ട്. നമുക്കത് സ്റ്റേക്കിൽ പോയി നോക്കാം. സ്റ്റേക്ക് ഓക്കെ, എൻ്റെ പുതിയൊരു 11ാമത്തെ സ്റ്റേക്ക് കൂടെ ആക്റ്റീവ് ആയിട്ടുണ്ട്. യെസ്, നമ്മളിപ്പോൾ ചെയ്തത് നമുക്കിവിടെ കാണാൻ പറ്റും. ഏപ്രിൽ 9 ചെയ്ത് നമുക്കിവിടെ കാണാൻ പറ്റും. ഇതാണ് ഇപ്പോൾ നിലവിൽ ഞാൻ സ്റ്റേക്കിങ്ങിന് ഇട്ടിട്ടുള്ളത്. അതായത് $21 വാല്യൂ ഉള്ളത് ഡെയിലി 0.21 വെച്ചിട്ട് എനിക്ക് കയറുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.